ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് 3 തരമുള്ള ഒരു ക്രാഫ്റ്റാണ്. നമ്മുടെ ജേണലിന് പറ്റിയ ക്രാഫ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ജേണലിൽ ഒരു മെസ്സേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡില്ലേ, ലാബിൽ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ 4ആയിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. നല്ല ഷേപ്പിൽ വെട്ടിക്കൊടുക്കണം. അത് വളഞ്ഞിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിന്മേൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു താജ്മഹൽ എന്ന പണിയും നമ്മൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്മേൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആകാശത്തിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് കേട്ടോ. കണ്ടോ, ഒരു ആകാശത്തിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യത്തൊക്കെ. അപ്പോൾ നല്ല ഭംഗിയിൽ ഞാൻ നല്ല ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഡിസൈൻ നല്ല ഇഷ്ടമാണ്. ഈ ഡിസൈൻ എനിക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാത്തിനും ഇതായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഡോട്ട്, നമ്മൾ മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോട്ട്, എത്ര മെസ്സേജാണോ ഇതിന് അത്ര ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് ഒരു വര. ഇതും എനിക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല. ഇതെനിക്ക് മസ്റ്റാണ് ഈ ഒരു ഡിസൈന്. എന്നിട്ട് നമ്മൾ സൈഡിലൊരു പൂവ് വരച്ചു കൊടുക്കാം. ഒരു നല്ല മെഹന്തി ഡിസൈൻ ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ട് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ അതിങ്ങനെ സൈഡിലോട്ടായിട്ട് ഇതാക്കണം. നല്ല ഭംഗിയിൽ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്, ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ പൂമ്പ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കറുപ്പ് കളറാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ഒരു പൂവ് കാണാൻ തന്നെ ഒരു അടിപൊളിയാണ്. ഇനി നമുക്ക് ആ വട്ടത്തിനുള്ളിൽ ഒരു ചെറിയൊരു കുഞ്ഞ് കുത്തിട്ട് കൊടുക്കണം. ഇനി നമുക്ക് മെസ്സേജ്, എത്ര മെസ്സേജ്, അപ്പോൾ ഞാൻ മെസ്സേജ് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുത്തല്ല, ആരോ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേൽ വരുന്ന ഡിസൈനാണ് നമ്മളെ 2 ആകാശം, ഒന്ന് മേലെയും താഴെയുള്ള ഒരു ആകാശത്തിൻ്റെ ഡിസൈൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഡിസൈൻ എനിക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് മസ്റ്റാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ, ഈ ആകാശത്തിൻ്റെ ഡിസൈനും അതേമാതിരി മറ്റേ വരി. അപ്പോൾ ഞാൻ മേലെയും താഴെയും ആയിട്ട് ഞാൻ ആകാശത്തിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ഡിസൈനായി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 6 കുത്തോളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ, വര. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഹാർട്ട് ഡിസൈൻ. അടുത്തത് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഹാർട്ടായിട്ടുള്ള ഡിസൈനാണ്, നമ്മൾ ലവ് ചിഹ്നമൊക്കെ മേലുള്ള ഡിസൈന്. അപ്പം ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേലായിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഡിസൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേലൊക്കെ അങ്ങനെ അടിയിൽ നിന്ന് മേലൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇവിടെ എനിക്ക് ഐഡിയ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാറ്റി പിടിക്കാത്ത ഡിസൈൻ, ആ ഡിസൈനാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ട് ആ ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. അതാണ് ഇതിൽ മെയിൻ കേട്ടോ, കാരണം ഇത് മെസ്സേജ് എഴുതാനുള്ള കാർഡല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും എഴുതി കൊടുക്കണം, കുത്ത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും മക്കളെ, ഏത് ഇഷ്ടപ്പെട്ടെന്ന്. എനിക്കിതിലാ മറ്റേ 2 ആകാശത്തിൻ്റെ ഡിസൈനാണ് എനിക്കിഷ്ടമായത്. ഇനി അടുത്ത് നമുക്ക് ഇതാണ് വാഷിംഗ് ടാപ്പാണ്. വാഷിംഗ് ടാപ്പ് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ വെട്ടിയെടുക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്നുമില്ല, അത് സിമ്പിളാണ്. നമ്മളൊരു A4 ഇതിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം, നല്ല വൃത്തി വരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞ കളറാണ് പെയിൻറ്റ് ചെയ്യാൻ പോണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു ക്യാൻഡി കളർ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാനൊരു മഞ്ഞ കളറാണ് ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത വാഷിംഗ് ടാപ്പ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു മഞ്ഞയും നീലയും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. ഏതാണെന്നൊക്കെ ഒന്ന് നോക്കണം, ഏതൊരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ക്യാൻഡി കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, തോന്നുന്നില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
ഇതൊരു ഡാർക്ക് കളറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും പോട്ടെ, രസമുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മഞ്ഞയും ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മഞ്ഞയും ഈ ഒരു കളറും പാടിയുള്ള വാഷിംഗ് ടാപ്പ് കളർ കോമ്പറ്റീഷൻ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പറയാൻ വയ്ക്കുന്നില്ല ഗൈസ്. ഇനി അടുത്ത ഞാൻ ഡോട്ടായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ലാസ്റ്റ് എത്തിയപ്പോൾ ഗൈസ് കോളായി. അപ്പോൾ ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഫില്ല് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ വിചാരണം തെറ്റിയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ആദ്യത്തെ ഒരു ഡോട്ടായിരുന്നു എൻ്റെ ഐഡിയയിൽ ഉണ്ടായിരുന്നത്, പക്ഷെ അത് കോളായപ്പോൾ ഞാൻ മൊത്തം കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്യണം ഗൈസ്. ഇനി അടുത്തത്, ഞാൻ ഇതുവരെയായിട്ടും യൂട്യൂബ് എന്തായെന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ഇടാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ഇടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വാഷിംഗ് ടാപ്പ്. ഇതിലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഞാൻ 3 ഹാർട്ടാണ് ചെയ്യുന്നത് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്തു, അത് 3 ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്തൊക്കെ ഞാൻ ഹാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അറ്റത്തിരിക്കുന്ന ഹാർട്ടില്ല, അതെനിക്കൊന്ന് പിടിച്ചില്ല, അത് രസമില്ല കാണാൻ. ബാക്കിയുള്ള ഹാർട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയാം. അപ്പോൾ ആ ഒരു വാഷിംഗ് ടാപ്പ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത വാഷിംഗ് ടാപ്പിനകത്തെ ഡിസൈനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത ഒരു പുലിമ ഉണ്ടാകുന്ന കുത്തില്ലേ, ആ ഒരു കുത്താണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനാണ് ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് സ്കൂൾ അടക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് നാളെയാണ് സ്കൂൾ അടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് സ്കൂൾ അടക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ കുത്ത് ഫില്ല് ചെയ്ത ഭാഗത്തൊക്കെ കുത്തിട്ട് നിറക്കന്നെ ഗൈസ്. അപ്പോൾ നിറച്ച് നമ്മൾ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗം എല്ലാം നമുക്ക് നിറക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് പുലിയുടെ മേത്തത്തെ ഇതാണ് ഓർമ്മ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓറഞ്ചും കൂടി ഉണ്ടായാൽ നന്നായിരുന്നു. കറക്റ്റ് പുലിയായിരുന്നു ഗൈസ്. ഇനി അടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനാണ് നമ്മളെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് കള്ളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ഡിസൈൻ ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് പെയിൻ്റ് ഒന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ ഒന്ന് മുക്കി കൊടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ ബോക്സ് എൻ്റെ ഫേവറേറ്റ് ആയ ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഡിസൈന് ഗൈസ്. ഇതെൻ്റെ ഐഡിയ കൂടെ ഒന്ന് പോയതുള്ളൂ, അപ്പോൾ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചെയ്തു കേട്ടോ. ഇനി അടുത്ത വാഷിംഗ് ടാപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, മറ്റേ ഡിസൈൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാറ്റി പിടിക്കാത്ത ഡിസൈൻ ഉണ്ടെന്ന്. അതായി കാണുന്ന ഈ ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് വളഞ്ഞെന്നുള്ളൂ, നിങ്ങളതിന് സാരമില്ല പോട്ടെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയതിന് സാരമില്ല, പോട്ടെ. അപ്പോൾ എന്നാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഷിംഗ് ടാപ്പ് എന്ന് പറയുന്നത് ആ ബോക്സാണ് എനിക്കിഷ്ടമായത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സ്റ്റിക്കർ ബുക്കിനായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. അത് നമ്മൾ 2ആയി മടക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ വളഞ്ഞ് കൊളായി ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യാത്തത്. സ്കെയിൽ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെ നല്ല സൈഡൊക്കെ നല്ല ഷേപ്പിൽ പോരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കെയിൽ കൊണ്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കത് 4 ഭാഗമായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ബുക്കല്ലേ, അപ്പോൾ നമ്മൾ 4 ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ബുക്കായതുകൊണ്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബുക്ക് കൊളായിക്കോട്ടോ. ഞാൻ കുറേ ബുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കിയിരിക്കണ്, അപ്പോൾ അതൊക്കെ കോളായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനത്തെ ഒരു ബുക്ക് ഭയങ്കരമായിട്ടും രസമായി വരുന്നത്. അപ്പോൾ ഞാനത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 3 സൈഡിൽ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, ഒരു സൈഡിൽ ആ 3 സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോറി, മാറിപ്പോയി. അപ്പം ഞാൻ
നമ്മൾ എഴുതാൻ പോവാണ്. എന്താണ് സ്റ്റിക്കർ ബുക്ക് എന്നാണ് എഴുതാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എനിക്ക് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം മലയാളം ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഇതുണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ്. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇംഗ്ലീഷാണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് ഏതിൽ ഇംഗ്ലീഷാണോ മലയാളമാണോ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ. അപ്പോൾ പോട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മാറ്റി പിടിക്കാത്ത ഡിസൈനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുക്കും ഞാൻ ആ ഡിസൈനാണ്, നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ ഈ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ലവ് ചിഹ്നമാണ്. നമ്മളെ ഫുൾ ബ്ലാങ്ക് ആയ സ്ഥലത്ത് എനിക്ക് ബ്ലാങ്കായി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ലവ് ചിഹ്നമാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലവ് ചിഹ്നം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രാഫ്റ്റ് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.